മലയാള സിനിമ ഇപ്പോൾ വലിയ വിജയമാണ്. ലോകത്തറിയപ്പെടുകയാണ് മലയാള സിനിമകളെല്ലാം. കുറേ സിനിമകൾ, മമ്മൂക്ക സിനിമ ഉൾപ്പെടെ പുതിയ ആളുകളുടെ സിനിമകളൊക്കെ അത് ഇത്രയും ശ്രദ്ധയിൽപ്പെടുത്തി മലയാള സിനിമ. ആ മലയാള സിനിമയിലേക്കാണ് താങ്കൾ സംവിധായകനായി എത്തുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ടോ? പിന്നെ 100% അവർ ഈസി ആയിട്ട് പറയും. എനിക്കൊരു പ്രശ്നമുണ്ട്, തമിഴിൽ ഞാൻ മലയാളിയാണെന്ന് അവർ പറയും, ഇവിടെ വന്നാൽ തമിഴാണെന്ന് അവർ പറയും. അപ്പോൾ അതൊരു ചെറിയ എനിക്കുണ്ട്. അത് ഇറ്റ്സ് ഓക്കെ, ഐ എം ജസ്റ്റ് സേയിങ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. பட் ஆப்வியஸ்லி ஐம் வெரி நர்வஸ் அண்ட் ஐம் வெரி டென்ஸ். நீ அதுக்கு அங்கேயே இருந்திருக்கலாமேன்னு சொல்லுவாங்க എന്തിനാ ഇവിടെ വന്നതൊക്കെ. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് പാർട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചാണ്. നേരത്തെ തൊട്ട് പറഞ്ഞിരിക്കുന്നതാണ് മലയാളത്തിൽ സിനിമ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. ലാലേട്ടനെ വെച്ച് ചെയ്യണം, മമ്മൂക്കായെ വെച്ച് ചെയ്യണം. ഇപ്പോൾ മമ്മൂക്കാനെ വെച്ച് കഴിഞ്ഞു, ഇനി ലാലേട്ടനെ വെച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചു നോക്കിയ പലതിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ ഇനി? ഇല്ല, റൈറ്റ് നൗ ഐ വാണ്ട് ടു മേക്ക് അബൌട്ട് 10 more films with മമ്മൂക്ക. ഓ വെരി ഗുഡ്. ഉറപ്പിച്ചു. I want to. I mean, I learned a lot. What an actor does to a shot, what an actor does to a moment. 100%. I learned a lot from him. And it was എല്ലാവർക്കും full team. We enjoyed the process. അവരാണ് producers, but we enjoyed the process. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ഫ്രെയിംസ്, എത്രയോ ഡയറക്ടേഴ്സ്, നമ്മളൊരു ഷോട്ട് പറയുമ്പോൾ എനിക്ക് തോന്നും ഇതൊക്കെ ഞാൻ കണ്ടതാന്ന് പുള്ളിയുടെ മൈൻഡിൽ ഉണ്ടാവും ഈസിലി. എത്രയോ കണ്ടതല്ലേ ഞാൻ അങ്ങനെ ഷോ ഓഫ് ചെയ്തിട്ട് ഒരു ഷോട്ട് ഇതിൽ വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ, സാർ ഇതാണ് സാർ ഷോട്ട്, ഇത് കൂടി സാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കണ്ട ഷോട്ടിന് പുള്ളിക്ക് ഇങ്ങനെ ലെൻസ്, ക്യാമറ ലോങ് ഡിസ്റ്റൻസിൽ കണ്ടാൽ തന്നെ അറിയാം ഇത് ലെൻസ് ആണെന്നറിയാം. ആർട്ടിസ്റ്റ് കോ ആക്ടേഴ്സ് എന്ത് ചെയ്യും എല്ലാം അറിയാം. പക്ഷെ ആൻഡ് മൈൻഡിൽ വന്ന് ജസ്റ്റ് അനദർ ഫിലിം അങ്ങനെ പുള്ളി വന്നിട്ടില്ല. ഒരു ദിവസം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. For everything there was discussion, very quiet, okay, lines, discussion, and then ഒരു ചെറിയൊരു മാജിക് എല്ലാ ഷോട്ടിലും വെച്ചിട്ട് പോലെ അത് ഹെൽപ്പ് ചെയ്യണം നമ്മൾ. പിന്നെ അല്ലേ, ഇപ്പോൾ കുറേ താരങ്ങൾ വെച്ച് സിനിമ ചെയ്തു അല്ലേ. എന്നും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ആളുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും സാർ? കമൽ സാർ ഓബിയസ്ലി ഫസ്റ്റ്. ഞാൻ വേട്ടയാട് വേള ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത പോലെ കുറേ സാറിൻ്റെ പടങ്ങൾ കണ്ടിട്ട് ഒരു വളർന്നവനാണ് ഞാൻ ആ ടൈമിൽ. മണി സാറിൻ്റെ ഫിലിംസും പിന്നെ കമൽ സാറിനെ കുറേ റീവിസിറ്റ് ചെയ്ത് കുറേ പടങ്ങൾ കണ്ടിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്, ഐ വാസ് വെരി നെർവസ്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ആൻഡ് ഒരു വലിയ കമേഴ്ഷ്യൽ ആക്ഷൻ ത്രില്ലർ ഫിലിമാണത്. പക്ഷേ അതിലൊരു സട്ടിലിറ്റി ആൻഡ് ഒരു റിയൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്, ഇറ്റ് ഡിഡ് റിയലി വെൽ. ദാറ്റ് ഇസ് എൻ അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫോർ മീ ബിക്കോസ് ഇറ്റ് ഇസ് എ ഫാൻ ബോയ്. ആൻഡ് കുറേ മൂമെൻറ്റ്സ് അതിലൊരു ഹൊമാജ് ആയിട്ട് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സെലിബ്രേറ്റിംഗ് എ ഹീറോ, കർക്ക കർക്ക സോങ്ങിലൊക്കെ എൻ്റെ ഒരു സെലിബ്രേറ്റിംഗ് കമൽ സർ ആയിരുന്നു അതിൽ. അത് ഞാൻ ഇതിലും ട്രൈ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ. പക്ഷെ ഞാൻ ട്രിച്ചിയിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടാവും ബിറ്റ്വീൻ വൺ ഗ്രൂപ്പ് ദാറ്റ് വിൽ സേ ലാൽ സേഴ്സ് ഫിലിംസ് ആൻഡ് വൺ ഗ്രൂപ്പ് മമ്മൂക്കേൻ്റെ ഫിലിംസ്. ആൻഡ് രാജേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇവിടെ ആളൂരിലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. പുള്ളി ഭയങ്കര ഹാർഡ് കോർ മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ രാജേഷ് പറയുന്ന ഫിലിംസ് ഒക്കെ ഞാൻ എടുത്തെടുത്ത് ഞാൻ കാണും. മമ്മൂക്കർ ഈ പടം ഗൗതം കാണണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ആ പടങ്ങളൊക്കെ VHS എടുത്ത് ഞാൻ കാണും. ആൻഡ് പിന്നെ ഇപ്പോഴും ഞാൻ കുറേ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പടം തുടങ്ങുന്ന മുമ്പേ ഞാൻ CBIൻ്റെ ഫുൾ സീരീസ് ഞാൻ കണ്ടു. സാറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ എടുത്ത് നോക്കും. സാർ ഒരു ഷോട്ടിൽ എങ്ങനെയാണ് സാർ ചെയ്യുന്നതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ കുറേ സെലിബ്രേറ്ററി മൂമെന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കായിട്ട് ഞാൻ ചില മൂമെന്റ്സ് വെച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി കമൽ സർ. സിംബു, വർക്കിംഗ് വിത്ത് സിംബു ഓൾസോ വാസ് അൺഫർഗറ്റബിൾ ബിക്കോസ് ഹീ ഈസ് ഓൾസോ എൻ ആക്ടർ. നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷയമല്ല, താണ്ടി വേറെ ഒരു വിഷയം സിംബു ഒന്ന് തരും. ആൻഡ് വെരി ഈസിലി എല്ലാം സിംഗിൾ ടേക്സ് ആയിരിക്കും. നമ്മളൊരു ഭയങ്കര കഷ്ടപ്പെട്ട ഒരു ഷോട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഒരു ആക്ഷനൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്താൽ പുള്ളി ഇങ്ങനെ ഒരു 5 റിഹേഴ്സൽസ് ചെയ്തിട്ട് 6th ഷോട്ട് ടേക്ക് ആയിരിക്കും പുള്ളി പോകും. വെരി ഈസിലി ഹിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. ആൻഡ് നൗ ഡെഫിനറ്റ്ലി മമ്മൂട്ടി സർ. ആക്ഷൻ, മമ്മൂക്കയുടെ ആക്ഷനെ കുറിച്ച് ഞാൻ കുറേ അറിഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ആക്ഷനിൽ ഡൂപ്പ് പോലും വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ ആക്ഷനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് കിട്ടുമായിരിക്കും അല്ലേ? ഉണ്ട്, ഓഫ് കോഴ്സ്. പക്ഷെ ഈ പടത്തിന്റെ ഒരു സ്റ്റൈലായിട്ടാണ് ചെയ്തത്. അതെ, ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി കുറേ ചെയ്തിരിക്കാം, പക്ഷെ വി ഡിഡ്ന്റ് വാണ്ട് ടു. നമ്മൾ ആ ലൈന് ക്രോസ് ചെയ്യേണ്ട നമ്മൾ മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്തത്. ബട്ട് ഐ ലൈക്ക് വാട്ട് ഹീസ് ഡൺ ഫോർ ദിസ് ഫിലിം. ഇനി അടുത്തടുത്ത് വരുമല്ലേ, തുടർച്ചയായിട്ട് വരല്ലേ. ആ ലൊക്കേഷനിലുണ്ടായ എന്തെങ്കിലും ഒരു സംഭവം, രസകരമായ സംഭവം സാറിന് ഓർത്തെടുക്കാൻ പറ്റും ഈ ലൊക്കേഷനിൽ?
സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഒരു 45 days ഷൂട്ടാണ്, കണ്ടിന്യൂസ് ഷൂട്ടാണ്. ഞാൻ ബന്ധുത്തിന്റെ കാർഡ് 52 days ചെയ്ത പടമാണ്, പക്ഷെ 1 year ഷൂട്ടിംഗ് ആണത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽ പോലെ ഡെയിലി ഷൂട്ടിങ്ങും സൺഡേ ഷൂട്ടിങ്ങും അങ്ങനെ ഒന്നും ഇല്ല അവിടെ. സൺഡേ അവധിയല്ല, സൺഡേ അവിടെ ഡബിൾ അല്ല പേയ്മെന്റും. അപ്പോൾ ഇവിടെ പക്ഷെ അവർ പറഞ്ഞത് വി ഹാവ് ടു ഫിനിഷ് ഷൂട്ട് ഒരേ സ്ട്രെച്ചിൽ. ഒരു റെയിൻ ബ്രേക്ക് കിട്ടി 2 days, അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു. ആകെ 2 ദിവസമാണ് കിട്ടിയത്. അതെ, അതൊരു ബ്രീതിങ് സ്പേസിന് വേണ്ടിയാണ് എനിക്ക്. അത് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസിൽ ഒരു ചെറിയ ബ്രീതിങ് സ്പേസ് കിട്ടിയെന്നാണ് ഞാൻ പറയണം. അതായിരുന്നു ഭയങ്കര ഞാൻ എൻജോയ് ചെയ്ത ഒരു വിഷയം. അല്ലെങ്കിൽ വി വുഡ് ഫിനിഷ് ഇൻ 1 stretch. ആൻഡ് ഞാൻ ഇത് പറഞ്ഞതാണ് എവറി ഡേ, ലൈക്ക് യു തിങ്ക് ഈ ആക്ടർ എല്ലാം കണ്ടിട്ടുണ്ട്, പുള്ളിക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് ചെയ്യാൻ. പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്തു. സാർ ഇതിൽ ചെറിയ ഡാൻസ് വേണം, അയ്യോ ഡാൻസ് ബോറാ എന്ന് പറയും, പക്ഷെ ചെയ്യും. ആദ്യം ഒന്ന് പറയും കുറേ ചെയ്തിട്ടുണ്ട്, വേണ്ട നോ സെലിബ്രേഷൻ എന്നൊക്കെ പറയും. പക്ഷെ ഇല്ല സാർ, ഇത് സെലിബ്രേഷൻ தான் എനിക്ക് പണ്ണു, ചെറിയതായിട്ടൊന്നും വേണം. നമുക്കടുത്ത് തമിഴിലാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ഞാൻ കുറെ പുള്ളി വേറെ ആരുടെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഗൗതം അടുത്ത് തമിഴിൽ സംസാരിക്കുന്നത്, അയാൾക്ക് മലയാളം അറിയാം, നീ മലയാളം സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഈ ഡയലോഗ്സ് ഒക്കെ ഞാൻ നറേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ഇൻട്രെയിൻ ആയിട്ട് മലയാളത്തിലാണ്, മനസ്സിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഞാൻ അത്രയും ഫ്ലുവന്റ് ഇല്ലാതെ എൻ്റെ മൈൻഡിൽ ഒരു ഫീലിംഗ് ഉണ്ട്, അത് കുറച്ചൊരു കോൺഷ്യസ് ആണ് ഞാൻ. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഓക്കെ അല്ല, ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാറിനെ കാണുന്നത് മലയാളത്തിൽ സംസാരിക്കാനുള്ള ഇഷ്ടപ്പെടുന്നത്. അല്ല, ഞാൻ തുടങ്ങിയ പാലക്കാടിൽ നിന്നും പോയി ചെന്നൈയിൽ ചൂടുറപ്പിച്ച് വീണ്ടും മലയാളത്തിലേക്ക് വന്നു എന്ന് പറയുന്ന മമ്മൂക്കായിട്ട് അഭിനയിച്ചു. അഭിനയിക്കുന്ന സെറ്റിൽ നിന്ന് പോയാണ് ഈ സിനിമയിലേക്ക് പോകുന്നത്. അഭിനയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മമ്മൂക്കായിട്ട്? ഭയങ്കര പേടിയായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ലൈവ് സൗണ്ട്, സിങ്ക് സൗണ്ട് ആയിരുന്നു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ടൈം സിങ്ക് സൗണ്ട് ചെയ്യുന്നത് മമ്മൂക്കേന്റെ കൂടെയാണ്. ബസൂക്കയിലാണ്. അതെ, ബസൂക്കയിൽ ഫസ്റ്റ് ഡേ ആൻഡ് സാറിന്റെ കൂടെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പോൾ നല്ലോണം ഓർമ്മയുണ്ട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഡയലോഗ് ഞാൻ പറയും. അപ്പോൾ കട്ട് ചെയ്തു. സാറാണ് പറഞ്ഞത്, ഈ ഡയലോഗ് പറയുമ്പോൾ ഈ സൗണ്ട് വരുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആണ്, ആ ഡയലോഗിന്റെ ഗ്യാപ്പിൽ ഇത് വെക്കാൻ നോക്കൂ എന്ന് പറഞ്ഞു. നമ്മൾ ഒരു വിഷയം സംസാരിക്കുന്നു, ഗ്യാപ്പ് വന്നു, ഗ്ലാസ് വെച്ചു, പിന്നെ ഡയലോഗ് തുടങ്ങുമെന്ന് പറഞ്ഞു. അത് ലേണിംഗ് ആയിരുന്നു പെട്ടെന്ന്. പിന്നെ കംഫർട്ടബിൾ ആയി. പിന്നെ എനിക്കായിരുന്നു കുറേ ഡയലോഗ് സാറിൻ്റെ കൂടെ. ഞാൻ ആ ഡീനോനെ പിടിച്ച് എന്തിനാ ഇത്രയും ഡയലോഗ് എനിക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ ഡയലോഗ്സും ഡിലേ ചെയ്യാതെ ഞാൻ എടുത്തു. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് സർ. അപ്പം അതും ഞാൻ സാർ ഇതിൽ ഹീറോ പ്ലീസ് ഡു ദ ഫിലിം എന്ന് ഡീനോ ചോദിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് ഇത് ചെയ്തത്. ഒരു എക്സ്പീരിയൻസ് ടു ബി ഓൺ ദ സെറ്റ്സ് വിത്ത്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില പടങ്ങൾ ചെയ്യുന്നത് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതിൽ അതായിരുന്നു ലേണിംഗ്, ജസ്റ്റ് ടു ഒബ്സർവ് ആൻ ആക്ടർ ഹു ഐ ഹാവ് അഡ്മയർഡ്. ആ സമയത്ത് സ്വപ്നം പോലും ഇല്ല. അത് കോൾ വരും ഇങ്ങനെ നമ്മൾ മമ്മൂക്കൻ്റെ കൂടെ ഒരു പടത്തിൽ ആക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ ഡെയിലി ചിന്തിക്കുന്ന വിഷയങ്ങളില്ല. അത് ഇറ്റ്സ് നോട്ട് ഈവൻ എ ഡ്രീം കം ട്രൂ. ഞാൻ മമ്മൂക്കനെ കൂടെ ഡയറക്റ്റ് ചെയ്യാൻ മേ ബി ഐ വുഡ് ഹവ് ഡ്രീംഡ്. പക്ഷെ സാറിൻ്റെ കൂടെ ഒരു പടത്തിൽ നമ്മൾ ആക്ട് ചെയ്യും ഞാൻ ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല ഇൻ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ് ഓൾസോ. ഡൊമിനിക്കിലും 2-3 ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ അസോസിയേറ്റ്സ് പറയും, സാർ ഈ ക്യാരക്ടർ സാർ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നിങ്ങൾ ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറിൻ്റെ കൂടെയാണ്, ഞാൻ ചെയ്യില്ല, അത് വേണ്ട, അതെനിക്ക് പേടിയാണ്, ഞാൻ ചെയ്യില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാം സാർ, പക്ഷെ സാറിൻ്റെ കൂടെ ഞാൻ ആക്ട് ചെയ്യില്ല, ഞാൻ വേറെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ക്യാമിയോ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടില്ല. അത് പടത്തിൽ ചെറിയൊരു വിഷയമാണ്. അത് പടം കണ്ടിട്ട് ചെയ്തോന്ന് നമുക്ക് നോക്കാം. എന്തായാലും സൂപ്പർ സിനിമയാട്ടെ സാർ. താങ്ക് യു. വി നീഡ് ദാറ്റ്. ഐ എം ഹോപ്പിംഗ് ഇറ്റ് വിൽ ബി. ഐ എം ഹോപ്പിംഗ്. നമുക്കറിയാം നമ്മളുടെ പണി ഒരു പ്രോപ്പറായിട്ട് ഒരു പടം ചെയ്യണം, അത് പ്രൊഡ്യൂസർ ഹാപ്പി ആവണം. ഒരു 40-50 ഡേയ്സിൽ നല്ല വർക്ക്, എല്ലാവരും കൂടി വർക്ക് ചെയ്ത് തരാം, എല്ലാ ടെക്നീഷ്യൻസും ബെസ്റ്റ്. അതിൽ ഞാനൊരു എൻവിഷൻ ചെയ്ത പോലെ എനിക്കൊരു സെറ്റ്സിൽ ഷാജി ഇങ്ങനെ വർക്ക് ചെയ്ത് എനിക്ക് കൊടുത്തു. കോസ്റ്റ്യൂംസ് സമീര, വിഷ്ണു, ഞാൻ യൂസ് ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ്. ഒരു മൈൻഡിലിരുന്ന വിഷ്വൽ പുള്ളി ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തു. ദർബുക്ക ശിവ മ്യൂസിക്. ആന്റണി ആണ് എഡിറ്റർ. എൻ്റെ സ്ഥിരം 20 ഫിലിംസ് എൻ്റെ കൂടെ ചെയ്ത ആന്റണിയാണ് എഡിറ്റർ. ആൻഡ് മൈ ടീം വാസ് ദെയർ. സോ ഐ എൻജോയ് ദിസ് ഹോൾ എക്സ്പീരിയൻസ്. നമ്മുടെ പണി കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വി ഡിഡ് അവർ ജോബ് ടു അവർ ബെസ്റ്റ്. നൗ ഐ എം ഹോപ്പിംഗ് പീപ്പിൾ വിൽ ലൈക്ക് ദ ഫിലിം. പണി കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് 25-50-100 ദിവസമൊക്കെ ആഘോഷിക്കണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്തായാലും ഒത്തിരി സന്തോഷം. സൂപ്പർ ഹിറ്റായിട്ട് സിനിമ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയാലും അഭിമാനമുള്ള മുഹൂർത്തമാണ്. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് അന്ന് തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും സാറിൻ്റെ അടുത്ത്. താങ്ക് യു. ഷുവർ. ഇതിൽ പാട്ടൊന്നും എഴുതിയില്ലല്ലോ അല്ലേ? പാട്ട് എഴുതി അല്ല ഞാൻ നമ്മൾ ഡയറക്ഷനിൽ മാത്രം നിന്ന് എല്ലാം കൂടെ എടുക്കണ്ടെന്ന് വെച്ച് അല്ലേ? ആ ഡയറക്ഷൻ
ഇനി 25, 26, 27 കാലഘട്ടത്തിലൊക്കെ മമ്മൂക്കാട് കൂടെ നിരന്തരം സിനിമ ചെയ്ത് പോട്ടെ. നേരത്തെ പറഞ്ഞത് ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.